ഈ ക്രിസ്മസ് ദിനത്തിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ക്രിസ്തുവിൻ്റെ മഹത്തായ ഒരു പ്രബോധനം സന്ദേശമാണ്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇന്നത്തെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രസക്തമായ ആഹ്വാനമാണ്, പ്രബോധനമാണ് യേശുക്രിസ്തു ലോകത്തിലാകെ നൽകിയിട്ടുള്ളത്. ശത്രുക്കളെ സ്നേഹിക്കുവാനും പീഡിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കാനും ക്രിസ്തുദേവൻ അരുൾ ചെയ്തിട്ടുണ്ട്. അയൽക്കാരെ സ്നേഹിക്കുക, ശത്രുക്കളെ ദ്വേഷിക്കുക എന്ന പഴയ പാഠം യേശുദേവന് മാറ്റി എഴുതിയതാണ് അയൽക്കാരെ സ്നേഹിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ള നിലയിലേക്ക് ഇന്ന് വ്യാഖ്യാനം ചെയ്യപ്പെടുന്നു. ആ പഴയ പാഠത്തിന് പോലും ആധുനിക ലോകത്തിൽ പല മാറ്റങ്ങളും വന്നിരിക്കുന്നു. നമുക്ക് അയൽക്കാരെ പോലും ഇന്ന് സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അയൽക്കാർ ആരാണ്, ഏത് ജാതിക്കാരനാണ്, ഏത് മതക്കാരനാണ്, ഏത് വർഗക്കാരനാണെന്ന് നോക്കിയല്ല അയൽക്കാരെ സ്നേഹിക്കാൻ ക്രിസ്തു ആഹ്വാനം ചെയ്തു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അയൽക്കാരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, വെറുപ്പിന്റെയും വിഭജനത്തിന്റെയും എല്ലാം വളരെ ഘോര ശബ്ദങ്ങൾ മുഴങ്ങിക്കേൾക്കുകയാണ്. നമുക്ക് വാസ്തവത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മഹാന്മാര് ക്രിസ്തുവും നബിയും കൃഷ്ണനും അതുപോലെ എല്ലാ നേതാക്കളും നൽകിയിട്ടുള്ള ആഹ്വാനങ്ങൾ ഒന്നാണ്: അയൽക്കാരനെ സ്നേഹിക്കുക. സ്നേഹം പരസ്പരം നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ സമ്പന്നമാക്കുന്നതാണ്. ക്രൈസ്തവർ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എനിക്കെപ്പോഴും ആകർഷണം തോന്നിയ ഒന്നുണ്ട്: സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ നാമം വാഴ്ത്തപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ. ക്രിസ്തുവിന്റെ രാജ്യം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ക്രിസ്തു ഉപദേശിച്ചതെന്താ? ശത്രുക്കളോട് ക്ഷമിക്കാൻ പറഞ്ഞു. ക്രൈസ്തവനെ കുരിശിൽ തറച്ച് കൊല്ലാൻ ശ്രമിച്ചവരോട് അദ്ദേഹം പറഞ്ഞതെന്താ? ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഇവരോട് നീ ക്ഷമിക്കണമേ. ക്ഷമിക്കുക, സഹിക്കുക, പൊറുക്കുക, ഇതാണ് ക്രൈസ്തവ യേശുവിൻ്റെ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായി സമൂഹം കാണേണ്ടത്. ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ദാഹിക്കുന്നവന് ഒരു പാത്രം വെള്ളം കൊടുക്കുന്നവർക്ക് പോലും ദൈവം അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹം നൽകുന്നു. ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പരസ്പരം ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷവും വെറുപ്പും കൊണ്ട് എന്തെല്ലാം കൃത്യങ്ങൾ, ക്രൂരകൃത്യങ്ങൾ നടത്തുന്നു. അത് കാണുമ്പോൾ യേശു കുരിശിൽ തറയ്ക്കുമ്പോൾ പറഞ്ഞ ആ വാക്കുകൾ നമുക്കും ആവർത്തിക്കാൻ തോന്നി. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ, അങ്ങനെ ഞാനുൾപ്പെടെ നമ്മളെല്ലാവരോടും പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരവസ്ഥ. നിസ്വാർത്ഥമായ പരസ്നേഹത്തിൻ്റെ മാതൃക അവതരിപ്പിക്കാൻ യേശു ക്രിസ്തു പറഞ്ഞ പ്രസിദ്ധമായൊരു അന്യോപദേശമാണ് നല്ല ശമരിയാക്കാരൻ്റെ ഉപമ. പുതിയ നിയമത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ കഥ കാണുന്നുണ്ട്. യെരൂശലേമിൽ നിന്ന് യെരിക്കോയിലേക്ക് യാത്ര പോകുന്ന ഒരു മനുഷ്യനെ കൊള്ളക്കാർ ആക്രമിച്ച് അവശനായി. അയാൾ മൃതപ്രായനായപ്പോൾ അയാളെ അവിടെ ഉപേക്ഷിച്ച് അവർ പോവുകയാണ്. അതുവഴി ഒരു പുരോഹിതൻ പോകും. അതുവഴി ദേവാലയ ശുശ്രൂഷകളുടെ ഗണത്തിൽപ്പെട്ട ലേവായനും ആ വഴി വന്നു. അവരാരും ഈ മനുഷ്യനെ കണ്ടില്ല, ശ്രദ്ധിക്കാതെ കടന്നുപോയി. പക്ഷേ യഹൂദർ പൊതുവെ താഴ്ന്നവരായി കണക്കാക്കിയിരുന്ന ശമരിയാക്കാരിൽപ്പെട്ട ഒരുവൻ ആ വഴി വന്നപ്പോൾ നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്ന ആ മനുഷ്യനെ കണ്ട് അയാളുടെ മനസ്സരിക്കും. അയാളെ അദ്ദേഹം ആ ശമരിയാക്കാരൻ രക്ഷിച്ചു.
അതാണ് ബൈബിളിൽ ലേവ്യരുടെ പുസ്തകത്തിൽ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന പ്രബോധനത്തിന്റെ പശ്ചാത്തലത്തിൽ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് പറയുമ്പോഴാണ് യേശു പ്രസിദ്ധമായ ഈ ഉപമ പറഞ്ഞത്. ഇത് ലൂക്കായുടെ സുവിശേഷത്തിലുള്ളതാണ്. ആ ഉപമയും ആ സന്ദേശവും ഇന്ന് സമൂഹത്തിന്, പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ വളരെ വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. നമുക്ക് പരസ്പരം സ്നേഹിക്കാനും പരസ്പരം നമ്മളെല്ലാവരും മനുഷ്യരാണ്, ഇവിടെ പിതാക്കന്മാർ പറഞ്ഞതുപോലെ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാനും കഴിയുന്ന ഒന്നാണ് ഈ ക്രിസ്തുമസ് ആഘോഷം. ക്രിസ്തുമസ് എന്ന് മാത്രമല്ല, എല്ലാ മതങ്ങളുടെയും ആഘോഷങ്ങൾ നമ്മൾ ഒരുമിച്ചാണ് ആഘോഷിക്കേണ്ടത്. ക്രിസ്തുദേവനിലുള്ള വിശ്വാസം നിലനിർത്തുന്നതോടൊപ്പം ക്രിസ്തുദേവന്റെ പ്രബോധനങ്ങൾ ക്രൈസ്തവർ മാത്രമല്ല മനുഷ്യരാശിക്ക് നൽകിയ പ്രബോധനങ്ങൾ ഉൾക്കൊള്ളാനും അത് പിന്തുടരാനും നമുക്കെല്ലാം ശക്തി പകരുന്നതാകട്ടെ ഈ ട്രിവാൻഡ്രം ഫെസ്റ്റ് എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു. ഇങ്ങനെയൊരു നൂതനമായ ഒരാശയം ഇവിടെ ഡോക്ടർ പ്രവീൺ പറയുകയുണ്ടായി, എല്ലാ വർഷവും ഇവിടെ നടത്തും. ദക്ഷിണ കേരള ആ ഇടവകയുടെ അങ്കണത്തിൽ ഞാനിപ്പോൾ വരുന്നത് ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ പ്രവീണിനെയും വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള എല്ലാ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളെയും ഹാർദവമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ദക്ഷിണ കേരള മഹാ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഞാൻ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.